വസീഫ്, ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു. ആ നടപടി എന്താണ് എന്നുള്ളത് പാർട്ടി നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അതിന്മേലൊരു രണ്ടാമത്തെ നടപടി എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, CPIM-ന് ഇതൊന്നും പറയാൻ, എന്താണ് നടപടിയെടുക്കാത്തതെന്ന് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ല. സ്വർണ്ണക്കൊള്ളയിൽ നിന്നും, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നിങ്ങളുടെ നീക്കം ഒരു തരത്തിലും വിലപ്പോകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. മറുപടി. ഇതിലെനിക്ക് ചോദിക്കാനുള്ളത്, ഈ സംഭവത്തിൽ CPM-ന് എന്താണ് പങ്ക്? ഞങ്ങളാണോ ഈ ആരെങ്കിലും കൊണ്ടുപോയി ഈ ഗർഭം ധരിപ്പിച്ച ആളുകളെ അത് ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചതിനോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് കേസ് കൊടുപ്പിക്കുന്നതിലോ CPM-ന് എന്തെങ്കിലും പങ്കുണ്ടോ? നോക്കൂ, നിങ്ങൾ എത്ര ബാലിശമായിട്ടാണ്, എത്ര അപക്വമായിട്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇങ്ങനൊരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അവരിപ്പോൾ തീവ്രത അളക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാം. മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കൊടുത്ത ഒരു പരാതിയിൽ നടന്ന അന്വേഷണത്തിൻ്റെ തുടർച്ചയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധികായൻ. അദ്ദേഹം തന്നെ വെച്ച ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ രാത്രി പാതിരയ്ക്ക് ഇത്ര നൂറുകണക്കിന് കോളുകൾ എന്തിനാണ് ഇവരെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ച കെ മുരളീധരൻ്റേത് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, എത്രയെത്ര പരാതികൾ, എന്തൊക്കെ ചർച്ചകൾ. ഞങ്ങൾ അവിടെയും അതിനെ ഒരു സാമ്പത്തിക ഇടപാട് തട്ടിപ്പ് കേസായി ഞങ്ങൾ പരിഗണിക്കാനുള്ള ശ്രമമായിരുന്നു ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്കെതിരെ ഒന്നും ആ തരത്തിലേക്കല്ല ഞങ്ങൾ ഒരു പ്രചരണമോ മറ്റോ കൊണ്ടുപോയത്. അത് ഞങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന് വന്ന പരാതിയേ അല്ല. കൊടുത്തത് ആരാ? കോൺഗ്രസ് നേതാവ് മല്ലേലിൽ ശ്രീധരൻ നായരാ. അന്ന് തീവ്രത അളന്നോ ഇല്ലേ എന്നുള്ളത് ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയണം. അതിനുശേഷമാണ് വിൻസെന്റ് MLA-യും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ ഉള്ളത് ജയിലിൽ പോയി തിരിച്ചറിഞ്ഞതാ. ഇത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കേസിനോട് സാമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. സമാനതകളില്ലാത്ത കേസാണ്. ശരി, ഒരു മിനിറ്റ്. അങ്ങ് ഈ കേസിന്റെ കാര്യം, ഉമ്മൻചാണ്ടിയുടെ കേസ് പറഞ്ഞത് സമാനതകളില്ലാത്ത കേസാണ്. അങ്ങ് പറഞ്ഞ കാര്യമായതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യം അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. തുടക്കം അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങൾ പ്രത്യേക ചില ഘട്ടങ്ങളിൽ, പ്രത്യേക ചില സമയങ്ങളിൽ അത് അങ്ങ് എടുത്തുയർത്തുന്നു. അതിനായി പരാതിക്കാരി പ്രത്യേക ചില സമയങ്ങളിൽ വരുന്നു. അത് നമ്മൾ കണ്ടാണല്ലോ. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് ദിവസം ഒരു വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ടിവിയുടെ മുന്നിൽ നിന്ന് മാറൂ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം ഇന്നും ഓർക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം എന്തായിരുന്നു എന്നും ഓർക്കുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആ പരാതി ഉയർത്തുക, പരാതിക്കാരി അതിനായി രംഗത്ത് വരിക, അതിന് പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് നിഷ്കളങ്കമായി കരുതാൻ കഴിയില്ല. അതിന്റെ അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളതും നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ കേസ് ഇപ്പോൾ പറയാതിരിക്കുന്നതാണ് ബുദ്ധി. അല്ലാതെ നേരത്തെ പറഞ്ഞ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണമൊക്കെ കേരളം അന്ന് നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്താണ് വസീഫ്. ഒരു സംശയവുമില്ല, നല്ല രീതിയിൽ ചർച്ച ചെയ്താണ്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ പോലെയല്ല, അതിനേക്കാൾ ഗംഭീരമായി ചർച്ച ചെയ്താണ്. 4 പേജ് കൂട്ടിച്ചേർത്തതാണ് എന്ന് ഇന്നലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ നിജേഷ്, ഒരു മിനിറ്റ് നിജേഷ്, അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഫോൺ പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. അത് അങ്ങനെ പറയാൻ പറ്റില്ല. വസീഫ് പറഞ്ഞോളൂ. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മുടെ വീക്ഷണം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടേതാണെന്ന് പറയുന്ന പത്രം, എന്നാൽ അവർ അതിൻ്റെ ഏതോ ചുമതലക്കാരെന്ന് പറഞ്ഞു കോൺഗ്രസിന് ബന്ധമില്ല എന്ന് പറയുന്നു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാ പറഞ്ഞത്. ഞാനിവിടെ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിൻ്റെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഒരു ഡസനോളം നേതാക്കന്മാർക്കെതിരെ വന്ന പരാതിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചത് അവരുടെ തീവ്രത പരിശോധിക്കാനോ ഒന്നുമല്ല, കോൺഗ്രസ് എടുത്ത നടപടികളെ കുറിച്ച് പറയാനോ അല്ല, മറ്റ് കേസുകളോട് ഇതിനെ സമീകരിക്കരുതേ എന്ന് പറയാനാണ്. അതിൽ എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, വിൻസെന്റ് MLA ഉണ്ട്. അവരിപ്പോഴും കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വങ്ങളിൽ ഇരിക്കുക. അങ്ങനെ ഈ കേസിനെ കൊണ്ടുപോയി കെട്ടരുത്. ഈ കേസും നിങ്ങൾ നോക്ക്, അടൂർ പ്രകാശ് പറയാണ്, ഇത് ഞങ്ങൾ ഏതോ CPM-ന്റെ എന്തോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കേസാണ്. VD സതീശന്റെയും ഒരു ധ്വനി ആ തരത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും പങ്കുള്ള കേസാണോ ഇത്? അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും വിശ്വസിക്കുമോ? നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ CPM-ന് ഈ കേസിൽ പങ്കുണ്ട് എന്ന്?
പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് എഡിറ്റോറിയൽ എഴുതുക. അതിനുശേഷം KPCCയുടെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്ര ഹീനമാണ്, എത്ര ഹീനമാണ്. എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ അതിനെതിരെ പരാതി കൊടുക്കാൻ, അതിനെതിരെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുക? ഇതൊരു സാധാരണ കേസാണോ? അസാധാരണമായ, ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങളല്ലേ. പിന്നെ പറയുന്നു ഇതിൽ പരാതി വരണം എന്നുള്ളത്. പരാതി വേണം. ഇതിൽ വന്ന ആ വോയിസ് ക്ലിപ്പുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കൂ നിങ്ങൾ. ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാനുള്ള നിർദ്ദേശം കൊടുക്കുക, വീഡിയോ കോൾ വിളിച്ച് മരുന്ന് കഴിച്ചോ എന്ന് ഉറപ്പ് വരുത്തുന്നു എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആ തരത്തിലേക്ക് ഇത് പോകുന്നത് എങ്ങോട്ടാ? ഇതിൽ വന്ന ആ ഡീറ്റെയിൽസുകൾ, ചാറ്റുകൾ, കോളുകൾ എല്ലാം ഏത് തരത്തിലേക്കാണ് പോകുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇവരെ സപ്പോർട്ട് ചെയ്യുക, PR വർക്കിന് നേതൃത്വം കൊടുക്കുക, അവരെ വീണ്ടും കൊണ്ടുവരിക, സിനിമാ നടന്മാരെയും നടിമാരെയും മറ്റുമൊക്കെ ഇറക്കി ഇവരുടെ PR വർക്ക് അങ്ങ് വല്ലാത്ത രീതിയിലേക്ക് കൊടുമ്പിരിക്കൊള്ളുക. ഞങ്ങളാണോ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ ആ സമയത്ത്? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ കുട്ടി തന്നെ വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോ എന്തൊക്കെയാണ് MMSനും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത്? എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെതിരെ ശബ്ദിച്ചപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ക്രൂരമായ ആക്രമണം അല്ലേ നടന്നത്? ക്രൂരമായ ആക്രമണം എവിടെ നടക്കുന്നത്? ഇവരുടെ ഇടയിലാണ്. ഇന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സന്ദീപ് വാര്യർ ഉൾപ്പെടെ KPCCയുടെ ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? ഇവർ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നുണ്ടോ? ഇവര് അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നു. ബാക്കി ഇവരുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കൂട്ടങ്ങൾ വെട്ടുകിളി കൂട്ടങ്ങളെ പോലെ ഏറ്റെടുക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഷാഫി പറമ്പിലിന്റെയും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരുടെയും ഒക്കെ കൂടെ പടമുള്ള, അവരോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഈ അതിജീവിതയുടെ പടം ഉപയോഗിച്ച് വലിയ രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ പടം വെച്ച് സന്ദീപ് വാര്യരിട്ട പോസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഗ്രൂപ്പുകളിലെല്ലാം വരുന്നത്, വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. താൻ അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയാ. ഡിലീറ്റ് ചെയ്ത ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ, അത് കോപ്പി എടുത്ത മെസ്സേജുകൾ എല്ലാം ഈ സൈബർ ഇടങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കല്ലേ. ഇതിനെ അംഗീകരിക്കാൻ പറ്റുമോ? ഈ കാര്യത്തെ വെച്ച് മറ്റ് ഏതെങ്കിലും സംഭവങ്ങളോട് കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് എത്ര ഹീനമാണ്. അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എങ്ങനെയാ അംഗീകരിക്കാൻ പറ്റുക? പിന്നെ ഇവിടെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊന്നും ഞങ്ങൾ കൂട്ടിയിട്ടില്ല. അവിടെ ആരാ തെരഞ്ഞെടുപ്പിന്റെ സ്ക്രൂട്ടിനിക്ക് പോലും പോയത്? ഈ പറയുന്ന കക്ഷിയല്ലേ, MLA അല്ലേ? നമ്മൾ കണ്ടല്ലോ. എന്നിട്ട് അത് നമ്മളൊക്കെ സ്കൂട്ടിക്ക് പോകുന്നതല്ലേ? ഈ നിജേഷും പോകാറുണ്ട്, ഞാനും പോകാറുണ്ട്, എല്ലാവരും പോകാറുണ്ട്. നമ്മൾ ആരെങ്കിലും വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കാറുണ്ടോ? ഞാൻ ഇതുവരെ നിജേഷിൻ്റെത് കണ്ടിട്ടില്ല, വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെയും കണ്ടിട്ടില്ല. അവിടെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രീ പ്ലാൻഡ് പെർഫോമൻസ് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക, എന്നിട്ട് അതിന് ജയ് വിളിക്കുക. നമ്മൾ ഇതൊക്കെ കാണുകയാണേ. അതാണ് വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയതാണ്, പ്രകോപിപ്പിച്ചു എന്നുള്ള വാക്കാണ് ഇതിൽ നേരത്തെ ഉണ്ണിത്താനും പറഞ്ഞത്, രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.